Welcome to my channel. Today we are going to discuss about the Jasmine Revolution in Kerala. The Jasmine Revolution, a series of labor uprisings in 2015, primarily in Kerala's coastal regions, highlighted the issues faced by workers and the significant role of women in labor activism. ജാസ്മിൻ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് 2015 കാലഘട്ടങ്ങളിൽ കേരളത്തിലുണ്ടായിരുന്ന തീരപ്രദേശങ്ങളിൽ നടന്ന എ സീരീസ് ഓഫ് ലേബർ അപ്രൈസിംഗ് ഒരുപാട് തീരദേശ തൊഴിലാളി സമരങ്ങളെയാണ് നമ്മൾ ജാസ്മിൻ റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇറ്റ് ഹൈലൈറ്റഡ് ദ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വർക്കേഴ്സ് ആൻഡ് ദ സിഗ്നിഫിക്കൻറ്റ് റോൾ ഓഫ് വുമൺ ഇൻ ലേബർ ആക്ടിവിസം. വർക്കേഴ്സിൻ്റെ ഇടയിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും അതിനോടൊപ്പം തന്നെ സ്ത്രീകളുടെ സിഗ്നിഫിക്കൻറ്റ് റോൾ ഓഫ് വുമൺ ഇൻ ലേബർ ആക്ടിവിസം, ഈ പറയുന്ന തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ പുറത്തറിയിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു സീരീസ് ഓഫ് അപ്രൈസിങ്സിനെയാണ് നമ്മൾ ജാസ്മിൻ റവല്യൂഷൻ എന്ന പേരിൽ വിളിക്കുന്നത്. These events served as a critical case study in understanding labor relations, gender empowerment, and cooperative governance in contemporary India. സമകാലീന ഇന്ത്യക്കകത്ത് ഉള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് ഇപ്പോൾ നടക്കുന്ന ഒരുപാട് ഇഷ്യൂസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു കേസ് സ്റ്റഡി ആയിട്ട് നമുക്ക് ഈ ജാസ്മിൻ റവല്യൂഷനെ കണക്കാക്കാൻ സാധിക്കുന്നുണ്ട്. ലേബർ റിലേഷൻസിനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ജെൻഡർ എംപവർമെൻറ്റ്, അതായത് ബാക്കിയുള്ള സമരങ്ങളിൽ നമ്മൾ സാധാരണയായിട്ട് പുരുഷ മേധാവിത്വം കാണുമ്പോഴേക്കും ഈ ജാസ്മിൻ റവല്യൂഷനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്ത്രീകളുടെ മുന്നേറ്റമാണ്. അപ്പോൾ അങ്ങനെയുള്ള ജെൻഡർ ആയിട്ടുള്ള എംപവർമെൻറ്റിനെ അല്ലെങ്കിൽ അവരുടെ ഉയർത്തെഴുന്നേൽപ്പിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് കോഓപ്പറേറ്റീവ് ഗവേണൻസ് ഇൻ കണ്ടംപററി ഇന്ത്യ, ഇന്ത്യക്കകത്തുള്ള കോഓപ്പറേറ്റീവ് ഗവേണൻസിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ നമ്മൾ സഹായിക്കുന്നുണ്ട്. പർട്ടിക്കുലർലി ഇൻ എ കോസ്റ്റൽ റീജിയൻസ് ഓഫ് പുതുവൈപ്പിൻ, ആലപ്പാട്, മൂലംപള്ളി, ചെല്ലാനം ആൻഡ് മൂന്നാർ പ്ലാന്റേഷൻ. ഇത് പ്രധാനമായിട്ടും നടന്ന പ്രദേശങ്ങൾ പുതുവൈപ്പിൻ, ആലപ്പാട്, മൂന്നമ്പള്ളി, ചെല്ലാനം തുടങ്ങിയ കോസ്റ്റൽ ഏരിയാസിലും അതിനോടൊപ്പം തന്നെ ഇത് അവിടെ നിന്ന് പിന്നീട് ഷിഫ്റ്റ് ചെയ്തിട്ട് മൂന്നാറിലുള്ള പ്ലാന്റേഷൻസ്, ടീ പ്ലാന്റേഷൻസിലേക്കുമാണ് ഈ സമരങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഹിസ്റ്റോറിക്കലി the coastal regions of Kerala have been home to fishing communities and laborers who have long endured low wages, poor working classes or poor working conditions and a lack of benefits. നമ്മൾ ചരിത്രപരമായിട്ട് ഈ കോസ്റ്റൽ റീജിയൻസ് ഓഫ് കേരള അല്ലെങ്കിൽ കേരളത്തിനകത്തുള്ള കോസ്റ്റൽ റീജിയൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. ദേ ഹാവ് ബീൻ ദ ഹോം ഓഫ് ഫിഷിംഗ് കമ്മ്യൂണിറ്റീസ്, മീൻപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു ഏരിയയാണ് നമുക്ക് ഈ കോസ്റ്റൽ റീജിയൻസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അവിടെ കുറേ ബാക്കിയുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ, ലേബറേഴ്സും ഉണ്ട്. ഹു ഹാവ് ലോങ് എൻഡ്യൂർഡ് ലോ വേജസ്, അവർ വളരെ കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പൂർ വർക്കിംഗ് കണ്ടീഷൻസ്, അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ് വളരെ മോശമായിരുന്നു. പിന്നെ ബെനിഫിറ്റ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത കുറേ ആൾക്കാരുടെ ഒരു ഏരിയയാണ് കോസ്റ്റൽ റീജിയൻസ് ആയിട്ട് നമ്മൾ പൊതുവെ കാണപ്പെടുന്നതെന്ന് പറയാം. ഇതിനോടൊപ്പം തന്നെ the Kerala State Car Corporation and other companies operating in these areas often failed to address the grievances of the workers, leading to widespread discontentment. കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷനും അതിനോടൊപ്പം തന്നെ മറ്റുള്ള കമ്പനികളുമെല്ലാം ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ഈ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ വ്യക്തമായ ഒരു മാറ്റമുണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ആ കാര്യങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു. ദാറ്റ് ലീഡിങ് ടു വൈഡ് സ്പ്രെഡ് ഡിസ്കണ്ടൻമെൻറ്റ്. ഇതിൻ്റെ ഫലമായിട്ട് ഈ ജനങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിനോടും അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്പനീസിനും എതിരായിട്ട് പ്രവർത്തിക്കേണ്ടി വരികയും ചെയ്തു. ഇൻ 2015 ദിസ് ഡിസ്കണ്ടൻറ്റ് കൾമിനേറ്റഡ് ഇൻ ദ സീരീസ് ഓഫ് പ്രൊട്ടസ്റ്റ് ഓഫ് ലേബറേഴ്സ് ഫ്രം പുതുവൈപ്പിൻ, ആലപ്പാട്, മൂലംപള്ളി ആൻഡ് ചെല്ലാനം ബിഗാൻ ടു ഡിമാൻഡ് ബെറ്റർ വേജസ് ആൻഡ് ഇംപ്രൂവ്ഡ് വർക്കിംഗ് കണ്ടീഷൻസ്. ഇതിൻ്റെ ഫലമായിട്ട് 2015 ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായി. എവിടേക്കാണ്? പുതുവൈപ്പിൻ, ആലപ്പാട്, മൂലംപള്ളി, ചെല്ലാനം തുടങ്ങിയ പ്രദേശങ്ങളിൽ ഡിമാൻഡ് ഫോർ ബെറ്റർ വേജസ്, മികച്ച വരുമാനത്തിന് വേണ്ടിയിട്ടും അതിനോടൊപ്പം തന്നെ ഇംപ്രൂവ്ഡ് വർക്കിംഗ് കണ്ടീഷൻസ്, അവരുടെ വർക്കിംഗ് കണ്ടീഷൻസിൽ ഇംപ്രൂവ്മെൻറ്റ് ആവശ്യപ്പെട്ടുകൊണ്ടും എന്ത് ചെയ്യപ്പെട്ടു? ജനങ്ങൾ ഇവിടെ സ്ട്രൈക്സ് ഉണ്ടാക്കി. ദ സിറ്റുവേഷൻ വാസ് ഫർദർ എക്സർബേറ്റഡ് ബൈ ദ സിമിലർ പ്ലൈറ്റ് ഓഫ് വർക്കേഴ്സ് ഇൻ ദ മൂന്നാർ പ്ലാന്റേഷൻസ്, particularly at the Kandevan Hill Plantations Company Limited KDHP, where women workers played a pivotal role in this agitation. ഈ സമരം വളരെ വേഗത്തിൽ തന്നെ ഈ പറയുന്ന പ്രദേശങ്ങളിൽ നിന്നും അത് എങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുകയും ചെയ്തു? മൂന്നാറിലുണ്ടായിരുന്ന പ്ലാന്റേഷൻ ഏരിയാസിലേക്ക് സ്പ്രെഡ് ചെയ്തു. പർട്ടിക്കുലർലി കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻസിലാണ് ഈ സമരം ഏറ്റവും കൂടുതലായിട്ട് ശക്തി പ്രാപിച്ചത്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വേർ വിമൻ വർക്കേഴ്സ് പ്ലേഡ് എ പിവിറ്റൽ റോൾ ഇൻ ദിസ് അജിറ്റേഷൻ. ഈ ജാസ്മിൻ റവല്യൂഷൻ മൂന്നാർ പ്ലാന്റേഷൻസിൽ ഇതിന് നേതൃത്വം കൊടുത്തത് വുമൻസ് ആയിരുന്നു, സ്ത്രീകളുടെ ഒരു സഖ്യമായിരുന്നു എന്ന് പറയാം. The protests that emerged in 2015 were characterized by a significant shift in labor activism, particularly in terms of gender dynamics.
2015 എമർജ് ചെയ്ത ഈ ഒരു പ്രൊട്ടസ്റ്റ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് എ സിഗ്നിഫിക്കൻറ്റ് ഷിഫ്റ്റ് ഇൻ ലേബർ ആക്ടിവിസം, പർട്ടിക്കുലർലി ഇൻ ടേംസ് ഓഫ് ജെൻഡർ ഡൈനാമിക്സ്. ജെൻഡർ ഡൈനാമിക്സിൽ കാര്യമായൊരു മാറ്റം ഉണ്ടാക്കിയ ഒരു സമരമായിരുന്നു എന്ന് പറയാൻ 2015 ജാസ്മിൻ റവല്യൂഷൻ എന്ന് പറയാം. Approximately 5,000 women workers at KDHP initiated a grassroots movement that challenged the traditional labor activism, which had been often dominated by male leadership and political affiliation. അപ്പോൾ ഈ KDHP ഉണ്ടായിരുന്ന കണ്ണൻദേവൻ പ്ലാന്റേഷൻസിലുണ്ടായിരുന്ന 5000-ഓളം വരുന്ന സ്ത്രീകൾ എന്ത് ചെയ്യപ്പെട്ടു, ഒരു സമര രീതിയിൽ ഒരു സമരം മുന്നോട്ട് വെച്ചു. അതുവരെ ഉണ്ടായിരുന്ന പരമ്പരാഗതമായിട്ടുള്ള എല്ലാ ലേബർ ആക്ടിവിസവും, അതായത് അതുവരെ ഉണ്ടായിരുന്ന ലേബർ ആക്ടിവിസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷ മേധാവിത്വവും അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായിട്ട് ഇടപെടലുകളൊക്കെ ശക്തമായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ട്രഡീഷണലായിട്ട് പരമ്പരാഗതമായ ഒരു സിസ്റ്റത്തെ മാറ്റിക്കൊണ്ട് ഇവിടെ അടിത്തട്ടിലുണ്ടായിരുന്ന സ്ത്രീകൾ എന്ത് ചെയ്യപ്പെട്ടു, 5000-ഓളം വരുന്ന സ്ത്രീകൾ ഈ സമരത്തെ ഏറ്റെടുക്കുകയും അതിലൊരു പുതിയ സമര രീതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. The women confronted their union leaders during an all trade union meeting, demanding 20% of bonus and increase in daily wages from 300 to 500 and improved living conditions in company provided housing. അതിനോടൊപ്പം തന്നെ 20% ബോണസ്, ദൈനംദിന വേതനം 300 രൂപയിൽ നിന്നും 500 രൂപയായിട്ട് മെച്ചപ്പെടുത്തുക, കമ്പനി നൽകുന്ന ഭവനങ്ങളിലെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ട്രേഡ് യൂണിയൻ്റെ യോഗങ്ങളിൽ സ്ത്രീകൾ അവരുടെ യൂണിയൻ നേതാക്കളെ എന്ത് ചെയ്യപ്പെട്ടു, ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്തു. ഈ 3 ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചു. ഡിമാൻഡിങ് 20% ബോണസ് ആവശ്യപ്പെട്ടു, ഡെയിലി വേജസ് 300 നിന്ന് 500 ആക്കാൻ ആവശ്യപ്പെട്ടു, ലിവിങ് കണ്ടീഷൻസ് മെച്ചപ്പെടുത്താനായിട്ട് ആവശ്യപ്പെട്ടു. ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്തു, ഈ യൂണിയൻ മെമ്പേഴ്സിനെ അവർ എന്ത് ചെയ്യുകയും ചെയ്തു, അവരോട് ആവശ്യപ്പെടുകയും കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു. ദിസ് ബോൾഡ് മൂവ് ടു ഫിസിക്കലി റിമൂവ് യൂണിയൻ ലീഡേഴ്സ് സിഗ്നിഫൈഡ് എ ബ്രേക്ക് ഫ്രം ദ പാസ്റ്റ് ആൻഡ് മാർക്ക്ഡ് എ ന്യൂ ചാപ്റ്റർ ഇൻ ദ ലേബർ ആക്ടിവിസം ഇൻ കേരള. അപ്പോൾ ഈ യൂണിയൻ നേതാക്കളെ ഇതൊരു ബോൾഡ് മൂവായിട്ട് കണക്കാക്കുന്നുണ്ട്. ദാറ്റ് ഫിസിക്കലി റിമൂവ് യൂണിയൻ ലീഡേഴ്സ്. ഈ ഇവിടെ ഉണ്ടായിരുന്ന യൂണിയൻ നേതാക്കളെ എന്ത് ചെയ്യപ്പെട്ടു, അവർ ബലം പ്രയോഗിച്ച് നീക്കുകയും പിന്നെ എന്ത് ചെയ്യുകയും ചെയ്തു, ഒരു പുതിയ ഒരു രീതിയിലേക്ക് അവരുടെ ഒരു പുതിയ ചാപ്റ്ററായിട്ട് ഈ ലേബർ ആക്ടിവിസം കേരളത്തിൽ ഉയർന്നു വരികയും ചെയ്തു. അതായത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു വർഗസമരമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെങ്കിൽ അതിന് മാറ്റിയിട്ട് എന്ത് ചെയ്യപ്പെട്ടു, അവിടെ സ്ത്രീകൾ കൂടെ പ്രാധാന്യം കിട്ടുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അവർ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഒരു പുതിയ സ്റ്റാർട്ടിങ് അവിടെ ഉണ്ടാകുകയും ചെയ്തു. ഈ ജാസ്മിൻ റെവല്യൂഷൻ എന്ന പേരിൽ പ്ലാന്റേഷൻസിൽ ഉണ്ടാകുകയും ചെയ്തു. Gender dynamics in the movement. Strategic exclusion. The exclusion of the male family members from the agitation was a strategic move, reflecting a desire for autonomy and a rejection of past ties with management and union leaders. So, ഇതിനകത്ത് മെയിൽ ഫാമിലി മെമ്പേഴ്സിനെ പൂർണ്ണമായിട്ടും ഈ സമരത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിക് മൂവ് ആണ് ഇത് എന്ന് പറയുന്നത്. റിഫ്ലക്റ്റിംഗ് എ ഡിസയർ ഓഫ് ഓട്ടോണമി, സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഓട്ടോണമി അല്ലെങ്കിൽ സ്ത്രീകളുടെ സമരമായിട്ട് ഇതിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടും ആൻഡ് എ ക്ലിയർ റിജക്ഷൻ ഓഫ് പാസ്റ്റ് ടൈസ് വിത്ത് മാനേജ്മെന്റ് ആൻഡ് യൂണിയൻ ലീഡേഴ്സ്. യൂണിയൻ ലീഡേഴ്സുമായിട്ടും മാനേജ്മെന്റുമായിട്ടും പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന സകല അമാന ടൈസും അല്ലെങ്കിൽ ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പൂർണ്ണമായിട്ടും മെയിൽ മെമ്പേഴ്സിനെ നിന്ന് ഒഴിവാക്കുന്നത്. Then the women accused their male counterparts of prioritizing personal interests such as alcohol consumption over collective worker rights. അതിനോടൊപ്പം തന്നെ കളക്റ്റീവായിട്ടുള്ള വർക്കേഴ്സ് റൈറ്റിനെ അല്ലെങ്കിൽ ഈ പറയുന്ന മൊത്തത്തിലുള്ള തൊഴിലാളികളുടെ ഉന്നമനത്തെക്കാളും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്നു, അതായത് ആൽക്കഹോൾ കൺസപ്ഷൻ പോലെയുള്ള കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് അവർ വാദിക്കുകയും ചെയ്തു. This gendered dimension of the protest highlighted the evolving nature of labor activism in Kerala. ഈ ജെൻഡേർഡ് ഡയമെൻഷൻ അല്ലെങ്കിൽ ഈ സ്ത്രീകളിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ സമര വ്യവസ്ഥ എന്ന് പറയുന്നത് ഇറ്റ് ഹൈലൈറ്റ് എ ഇവോൾവിംഗ് നേച്ചർ ഓഫ് ലേബർ ആക്ടിവിസം ഇൻ കേരള. കേരളത്തിനകത്ത് ഉയർന്നു വരുന്ന ഒരു അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുവരുന്ന ഒരു ലേബർ ആക്ടിവിസമായിട്ട് മാറ്റപ്പെട്ടു. വേർ വിമൺ ഇൻക്രീസിംഗ്ലി അസേർട്ട് ദെയർ ഏജൻസി ഇൻ എ ട്രഡീഷണലി പാട്രിയാർക്കിക്കൽ സൊസൈറ്റി. പുരുഷ മേധാവിത്വം ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിൽ സ്ത്രീകൾ അവരുടെ റോള് കാണിക്കുക അല്ലെങ്കിൽ അവരുടെ നയം വ്യക്തമാക്കുന്നു എന്ന് നമുക്ക് ഈ ഒരു സമരത്തിൽ കൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. The response from the state government and the KDHP management was swift, with the negotiations led by Chief Minister Oommen Chandy, resulting in a tentative agreement to meet the workers' demands. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും റെസ്പോൺസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ദ റെസ്പോൺസ് ഓഫ് ഗവൺമെൻറ് ആൻഡ് മാനേജ്മെൻറ്റ്. സോ ദ റെസ്പോൺസ് ഫ്രം ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് KDHP മാനേജ്മെൻറ്റ് വാസ് ദിസ്. വളരെ വേഗത്തിൽ അവരെന്ത് ചെയ്യപ്പെട്ടു, ഒരു ഉടമ്പടിയിൽ ഒപ്പുവയ്പ്പിച്ചു അല്ലെങ്കിൽ ഒരു മാറ്റം ഉൾക്കൊള്ളാൻ തയ്യാറായി. With the negotiations led by Chief Minister Oommen Chandy. അന്നത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ഉമ്മൻ ചാണ്ടിയുടെ നേതൃത്വത്തിൽ
ഒരു നെഗോഷിയേഷനിൽ ഒരു മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയും ഒരു താൽക്കാലിക ഉടമ്പടിയിൽ അവർ ഒപ്പുവെക്കുകയും ചെയ്തു. As per this, the successful resolution of the agitation, which included a commitment to a 20% bonus and a potential wage increase. ഇതിന്റെ ഫലമായിട്ട് 20% ബോണസും അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു വേജ് ഇൻക്രീസും നടപ്പിലാക്കാനായിട്ട് അവർ തീരുമാനിച്ചു. ഇത് വാലിഡേറ്റ് ദ വർക്കേഴ്സ് ഗ്രീവൻസസ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു സമരം ഇവിടെ വർക്കേഴ്സിന്റെ ഗ്രീവൻസസിനെ, വർക്കേഴ്സിന്റെ പ്രശ്നങ്ങളെല്ലാം ഉയർത്തി കാണിച്ചു, അല്ലെങ്കിൽ അതിനെ അംഗീകരിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് ഡെമോൺസ്ട്രേറ്റഡ് ദ പവർ ഓഫ് കളക്റ്റീവ് ആക്ഷൻ ഇൻ എഫക്റ്റിംഗ് ചേഞ്ച്. അതിനോടൊപ്പം തന്നെ കൂട്ടായ പ്രവർത്തനങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കുന്ന ഒരു മൂവ്മെന്റ് ആയിട്ട് ഇത് മാറുകയും ചെയ്തു, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നുണ്ട്. ദസ് ഔട്ട്കം നോട്ട് ഓൺലി ഹൈലൈറ്റിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലേബർ റൈറ്റ്സ്. ഇതിന്റെ ഒരു ഈ ഒരു മൂവ്മെന്റ് ഒരു പ്രത്യേകത, ഇതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഇറ്റ് നോട്ട് ഓൺലി ഹൈലൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലേബർ റൈറ്റ്സ്. ലേബർ റൈറ്റ്സിന്റെ ഇമ്പോർട്ടൻസിനെ മാത്രമല്ല ഇത് ഉയർത്തി കാണിക്കുന്നത്, ബട്ട് ഓൾസോ അണ്ടർസ്കോർ ദ നീഡ് ഫോർ better working conditions in both the coastal and plantation sector. തീരദേശ തോട്ടം മേഖലകളിലെ മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളുടെ ആവശ്യകതയെക്കുറിച്ചും ഇത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചും നമ്മുടെ മുന്നിലേക്ക് ഈ കാര്യങ്ങൾ കൂടെ ഈ സമരം ഉയർത്തി കാണിക്കുന്നുണ്ടെന്ന് പറയാം. ഇത് ഒരു ലേബർ റൈറ്റ്സിനെ കുറിച്ച് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ കോസ്റ്റൽ പ്ലാന്റേഷൻ സെക്ടറിലുള്ള ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസിന്റെ ആവശ്യകത എന്താണെന്ന് നമ്മളെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. The Jasmine Revolution also served as a powerful reminder of the potential for grassroots activism to challenge entrenched power structures and advocate for workers' rights. ഉറച്ചു നിൽക്കുന്ന അധികാര ഘടനകളെ വെല്ലുവിളിക്കുന്നതിനും തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായിട്ട് വാദിക്കുന്നതിനുമുള്ള അടിത്തട്ടിലുള്ള ആക്ടിവിസത്തിന്റെ സാധ്യതകളെക്കുറിച്ചുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ജാസ്മിൻ വിപ്ലവം എന്ന് പറയുന്നത്. അതായത് രണ്ട് കാര്യങ്ങൾക്കാണ് ഇത് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കേഴ്സിന്റെ റൈറ്റ്സിന് അതിനു വേണ്ടി വർക്ക് ചെയ്തു. അതിനോടൊപ്പം തന്നെ ഉറച്ചു നിൽക്കുന്ന അധികാര ഘടനകളെ, അതായത് ഒരു ചേഞ്ചും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്ന അധികാര ഘടനകളെ മാറ്റാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത ഒരു സമരമാണ് ജാസ്മിൻ റെവല്യൂഷൻ എന്ന് പറയാം. ദ യുണീക്ക് റോൾ ഓഫ് വുമൺ ഇൻ ദിസ് മൂവ്മെന്റ് നോട്ട് ഓൺലി എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ജെൻഡർ ഡൈനാമിക്സ് ഇൻ ലേബർ ആക്ടിവിസം. ഈ ഒരു മൂവ്മെന്റിന് ധാരാളമായിട്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് വിമൺ ലീഡർഷിപ്പാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. ഇതൊരിക്കലും ഒരു ഒരു ഇമ്പോർട്ടൻസ് ഓഫ് ജെൻഡർ ഡൈനാമിക്സ് ഇൻ ലേബർ ആക്ടിവിസത്തിനകത്തുള്ള ഒരു ജെൻഡർ ഡൈനാമിക്സ്, അല്ലെങ്കിൽ ഒരു പുരുഷ മേധാവിത്വത്തെ മാറ്റി സ്ത്രീകളുടെ മേധാവിത്വം കൊണ്ടുവന്നു എന്നതിൽ ഉപരിയായിട്ട് ഇറ്റ് സിഗ്നൽഡ് എ ഷിഫ്റ്റ് ടുവേഴ്സ് മോർ ഇൻക്ലൂസീവ് ആൻഡ് ഇക്വിറ്റബിൾ ലേബർ റിലേഷൻസ് ഇൻ കേരള. കേരളത്തിനകത്തുള്ള ലേബർ റിലേഷൻസിനകത്ത് ഒരു ഇക്വാളിറ്റി കൊണ്ടുവരാൻ, ഒരു തുല്യത കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ഒരു സമരമായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാനായിട്ട് സാധിക്കും. ഒരു മെയിൽ ഡോമിനൻസിനെ മാറ്റി ഫീമെയിൽ ഡോമിനേഴ്സ് വന്നു എന്നുള്ളതിൽ കൂടുതൽ ഇവർക്ക് രണ്ടുപേർക്കും ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ദ ഇവന്റ്സ് അറ്റ് KDHP ആൻഡ് കോസ്റ്റൽ റീജിയൻസ് റെസനേറ്റ് വിത്ത് ദ ബ്രോഡർ ഗ്ലോബൽ മൂവ്മെന്റ്സ് advocating for social justice, gender equality and workers' rights, making them a significant case study in the ongoing struggle for equity in the workplace. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ദ ഇവന്റ്സ് അറ്റ് KDHP, ഈ KDHPയിൽ ഉണ്ടായിരുന്ന ഇവന്റ്സും പിന്നെ കോസ്റ്റൽ റീജിയൻസിൽ ഉണ്ടായിരുന്ന ഇഷ്യൂസും റെസനേറ്റ് വിത്ത് ബ്രോഡർ ഗ്ലോബൽ മൂവ്മെന്റ്സ്, അഡ്വക്കേറ്റിംഗ് ഫോർ സോഷ്യൽ ജസ്റ്റിസിന് ജെൻഡർ ഇക്വാളിറ്റി, വർക്കേഴ്സ് റൈറ്റ്സ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ രണ്ട് പ്രദേശങ്ങളിൽ നടന്ന സമരങ്ങളെല്ലാം തന്നെ മേക്കിംഗ് ദം എ സിഗ്നിഫിക്കന്റ് കേസ് സ്റ്റഡി ഇൻ ദ ഓൺഗോയിങ് സ്ട്രഗിൾ ഫോർ ഇക്വിറ്റി ഇൻ ദ വർക്ക് പ്ലേസ്. തൊഴിലിടങ്ങളിൽ നടക്കുന്ന വർഗ സമരങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു ഇക്വിറ്റിയുമായിട്ട് ബന്ധപ്പെടുന്ന സമരങ്ങൾക്കോ അല്ലെങ്കിൽ അവയെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ള ഒരു കേസ് സ്റ്റഡി ആയിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കാം, ഈ ജാസ്മിൻ റെവല്യൂഷനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. While the immediate demands of the workers were met, the Jasmine Revolution raises critical questions about the sustainability of such labor movements and the long-term implications for cooperative governance. തൊഴിലാളികളുടെ അടിയന്തര ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടപ്പോഴേക്കും ജാസ്മിൻ വിപ്ലവം അത്തരത്തിലുള്ള തൊഴിൽ പ്രസ്ഥാനങ്ങളുടെ സുസ്ഥിരതയെക്കുറിച്ചും കോർപ്പറേറ്റ് ഭരണത്തിന് ദീർഘകാല പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഒരുപാട് നിർണായകമായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. The underlying issues of wage disparity, working conditions and the role of trade unions remain unresolved, casting a shadow on the reputation of companies like Tata. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ വേതനാസമത്വം, തൊഴിൽ സാഹചര്യങ്ങൾ, ട്രേഡ് യൂണിയനുകളുടെ പങ്ക് തുടങ്ങിയ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ തുടരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് കാസ്റ്റിംഗ് എ ഷാഡോ ഓൺ ദ റെപ്യൂട്ടേഷൻ ഓഫ് കമ്പനീസ് ലൈക്ക് ടാറ്റ പോലെയുള്ള കമ്പനികളുടെ പ്രശസ്തിയെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു പോളിസിയെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്.
As the landscape of labor continues to evolve, the lessons learned from the Jasmine Revolution will be crucial in shaping future strategies for worker empowerment and corporate accountability. ജാസ്മിൻ വിപ്ലവത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള പാഠങ്ങൾ തൊഴിലാളികളുടെ ശാക്തീകരണത്തിനും കോർപ്പറേറ്റ് ഉത്തരവാദിത്വത്തിനുമുള്ള ഭാവി തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായിട്ടുള്ള ഒരു ഘടകമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഈ ഒരു ജാസ്മിൻ റവല്യൂഷൻ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് അതിനകത്ത് പഠിച്ച പാഠങ്ങൾ നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാം? തൊഴിലാളികളുടെ ശാക്തീകരണത്തിനും കോർപ്പറേറ്റ് ഉത്തരവാദിത്വത്തിനും ഒക്കെ ഉള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തോട് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് the revolution will be crucial in shaping future strategies for workers empowerment and corporate accountability. ഈ രണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് സഹായിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. Then the movement not only highlights the importance of labor rights but also showcase the leadership and organizing abilities of women workers who played a crucial role in achieving the demands of the movement. അതിനകത്ത് ഈ പ്രസ്ഥാനം തൊഴിൽ അവകാശങ്ങളുടെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്നത് മാത്രമല്ല, പകരം പ്രസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ കൈവരിക്കുന്നതിന് സ്ത്രീകൾ വഹിച്ച നിർണായകമായ പങ്കിനെ കുറിച്ചും ഇത് പറയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. The Jasmine Revolution in Kerala stands as an inspiring example of labour struggles and achievements, marking a significant milestone in the quest for social justice and equality in the workspace. അതോടൊപ്പം തന്നെ ഈ കേരളത്തിലെ ജാസ്മിൻ വിപ്ലവം തൊഴിലാളികളുടെ പോരാട്ടങ്ങളുടെയും നേട്ടങ്ങളുടെയും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഉദാഹരണമായിട്ട് നിലകൊള്ളുകയും ജോലി സ്ഥലത്തെ സാമൂഹ്യ നീതിക്കും സമത്വത്തിനുമുള്ള അന്വേഷണത്തിന് ഒരു സുപ്രധാന വഴിത്തിരിവായിട്ട് മാറ്റപ്പെടുകയും ചെയ്തു എന്ന് പറയാം. അല്ലെങ്കിൽ അതിന്റെ ഒരു നാഴികക്കല്ലായിട്ട് നമ്മൾ ഇതിനെ കണക്കാക്കുകയും ചെയ്തു. ജാസ്മിൻ റവല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് എൻ ഇൻസ്പയറിംഗ് എക്സാമ്പിൾ, ഒരു നല്ലൊരു ഉദാഹരണമാണ്. ലേബർ സ്ട്രഗിളിന്റെയും അവരുടെ അച്ചീവ്മെന്റ്സിന്റെയൊക്കെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആയിട്ട് നിലകൊള്ളുന്നുണ്ട്. പിന്നെ എ സിഗ്നിഫിക്കന്റ് മൈൽ സ്റ്റോൺ ഇൻ ദ ക്വസ്റ്റ് ഫോർ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വിറ്റി ഇൻ വർക്ക് പ്ലേസ്. പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന പ്രദേശങ്ങളിൽ ഈ പറയുന്ന സോഷ്യൽ ജസ്റ്റിസും ഇക്വിറ്റിയും എല്ലാം ലഭിക്കാനായിട്ടുള്ള റീസൺ ആയിട്ടും അല്ലെങ്കിൽ അതിന്റെ ഒരു കടമ്പയായിട്ടും ഒക്കെ നമ്മളിതിനെ കണക്കാക്കിയിരുന്നു.